പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഹോപ്സിൻ്റെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ്. നമുക്കിന്ന് PSC എക്സാമുകളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗമായ മാത്സ് ആൻഡ് മെൻ്റാലിറ്റി ഭാഗത്തിലെ ചില ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളും പരിശോധിക്കാം. ഒന്നാം ക്വസ്റ്റിലേക്ക് പോകാം. 31 ദിവസമുള്ളൊരു മാസത്തിലെ 20-ാം തീയതി തിങ്കളാഴ്ചയാണെങ്കിൽ ആ മാസം 5 ദിവസം വരാൻ സാധ്യതയുള്ള ദിവസം ഏതാണ്? ഓപ്ഷൻസ്: എ ചൊവ്വ, ബി വ്യാഴം, സി ശനി, ഡി തിങ്കൾ. നോക്കിക്കേ, ഇവിടെ ബോർഡിൽ ഒരു ഉദാഹരണത്തിന് ഒരു കലണ്ടർ ഞാൻ വരച്ചിട്ടുണ്ട്. ഈ കലണ്ടർ എന്ന് പറയുമ്പോൾ ആകെപ്പാട് 31 ഡേയ്സ് ഉള്ളൊരു കലണ്ടറാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, ഇവിടെ ഞായറാഴ്ചയുണ്ട്, തിങ്കളാഴ്ചയുണ്ട്, ചൊവ്വാഴ്ചയുണ്ട്, ബുധനാഴ്ചയുണ്ട്, വ്യാഴാഴ്ചയുണ്ട്, വെള്ളിയുണ്ട്, ശനിയുണ്ട്. 1-ാം തീയതി ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ ആ മാസം ചൊവ്വയുടെ ആകെ എണ്ണം എന്ന് പറയുമ്പോൾ നോക്കി 1, 2, 3, 4, 5 എണ്ണം വന്നു. 2-ാം തീയതി ഒരു ബുധനാഴ്ചയാണ്. ആ മാസമുള്ള ബുധൻ്റെ ആകെ എണ്ണം എന്ന് പറയുമ്പോഴും 1, 2, 3, 4, 5 എണ്ണം വന്നു. 3-ാം തീയതി വ്യാഴാഴ്ചയാണ്. വ്യാഴത്തിൻ്റെ ആകെ എണ്ണം പറയുവാണ്, അതും 1, 2, 3, 4, 5 എണ്ണം വന്നു. പക്ഷേ 4-ാം തീയതി വെള്ളിയാഴ്ചയാണ്. ഈ മാസമുള്ള വെള്ളിയുടെ ആകെ എണ്ണം നോക്കുന്ന സമയത്ത് ഇവിടെ 1, 2, 3, 4 എണ്ണം മാത്രമേ ഉള്ളൂ. ശനിയുടെ എണ്ണം നോക്കുന്ന സമയത്തും ശനിയും ആകെപ്പാട് 4 ഉള്ളൂ. ഞായറും ആകെപ്പാട് 4 ഉള്ളൂ. തിങ്കളും ആകെപ്പാട് 4 ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു 31 ഡേയ്സ് ഉള്ളൊരു മാസത്തിനകത്ത് 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയും ഏതെല്ലാം ദിവസങ്ങൾ വരുന്നു ആ ദിവസങ്ങൾ മാത്രമേ ആ മാസത്തിൽ ആകെപ്പാട് 5 പ്രാവശ്യം വരത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? 30 ദിവസമുള്ള മാസമാണ്. ആ മാസത്തിൽ 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയും ഏത് ദിവസങ്ങൾ വരുന്നോ ആ ദിവസങ്ങൾ മാത്രമേ ആ മാസം മൊത്തത്തിൽ 5 പ്രാവശ്യം വരത്തുള്ളൂ. ബാക്കി ദിവസങ്ങളെല്ലാം എന്തായിരിക്കും? 4 ടൈംസ് ആയിരിക്കും. ആണല്ലോ? നോക്കിക്കോണേ, ഇവിടെ ആകെപ്പാട് 31 ഡേയ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, 31 ഡേയ്സ് ഉള്ള മാസമാണെങ്കിൽ 1-ാം തീയതി വരുന്ന ദിവസവും 2-ാം തീയതി വരുന്ന ദിവസവും 3-ാം തീയതി ദിവസം എന്തായിരിക്കും? മാസം മൊത്തത്തിൽ 5 പ്രാവശ്യം വരും. നമുക്ക് ഒരു ദിവസം കുറയ്ക്കാം. ഈ മാസത്തിൽ ആകെപ്പാട് 30 ദിവസം മാത്രമാണെങ്കിലോ? 30 ദിവസം മാത്രമാണ്. നോക്കിക്കേ, 1-ാം തീയതി വരുന്ന ഈ ചൊവ്വാഴ്ചയും 2-ാം തീയതി വന്ന ഈ ബുധനാഴ്ചയും മാത്രമേ 5 പ്രാവശ്യം വന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ ആകെപ്പാട് 30 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിൽ 1-ാം തീയതിയും 2-ാം തീയതിയും ഏതെല്ലാം ദിവസങ്ങൾ വരുന്നോ ആ ദിവസങ്ങൾ മാത്രമേ ആ മാസത്തിൽ 5 പ്രാവശ്യം വരത്തുള്ളൂ. ഓക്കെ ആണല്ലോ? വീണ്ടും ഒന്ന് കുറയ്ക്കാൻ നോക്കണേ. എൻ്റെ മാസം ആകെപ്പാട് 29 ദിവസമേ ഉള്ളൂ എന്നിരിക്കട്ടെ. 29 ദിവസം വരുന്ന മാസം ഏതായിരിക്കും? ഒരു വർഷം ലീപ്പ് ഇയർ ആണെങ്കിൽ 2-ാമത്തെ മാസം ഫെബ്രുവരി മാസമായിരിക്കും. ഫെബ്രുവരി മാസം 29 ദിവസം ഉണ്ടെങ്കിൽ നോക്കിക്കോണേ, അതിൽ 1-ാം തീയതി വരുന്ന ദിവസം ഏതാണോ ആ ദിവസം മാത്രമേ ആ മാസത്തിൽ 5 പ്രാവശ്യം വരത്തുള്ളൂ. ബാക്കിയെല്ലാം 4 പ്രാവശ്യം വരത്തുള്ളൂ. 29 ദിവസം മാസമാണെങ്കിൽ 1-ാം തീയതി ഏത് ദിവസം വന്നോ ആ ദിവസം മാത്രമായിരിക്കും ആ വർഷത്തിൽ ആ മാസത്തിൽ 5 പ്രാവശ്യം വരിക. ബാക്കിയെല്ലാം എന്തായിരിക്കും? 4 പ്രാവശ്യമായിരിക്കും. ആണല്ലോ? ഒന്ന് വീണ്ടും കുറയ്ക്കാം. 28 ദിവസം മാത്രമേ ഉള്ളൂ. 28 ദിവസമുള്ള മാസം ഏതായിരിക്കും? സാധാ വർഷമാണെങ്കിൽ 2-ാമത്തെ മാസം ഫെബ്രുവരി മാസം എത്ര? 20 ദിവസം ഇല്ലയോ? അപ്പോൾ 28 ദിവസങ്ങൾ മാത്രമാണ്. നോക്കിയോണേ, ആ മാസം നോക്കുവാണെങ്കിൽ നോക്കിയോണേ, ഏതാണ്ട് ഒരു ദിവസം പോലും എന്ത് വന്നില്ല? 5 പ്രാവശ്യം വന്നില്ല. എന്ന് പറഞ്ഞാൽ 28 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിൽ ആ മാസത്തിൽ 5 പ്രാവശ്യം റിപ്പീറ്റ് ആകുന്ന ദിവസങ്ങൾ ഒന്നും തന്നെ കാണത്തില്ല. അപ്പോൾ ഇത്രയും പോയിന്റ് ഓക്കെ ആണല്ലോ? 30 ദിവസമുള്ള മാസമാണെങ്കിൽ 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതി വരെ ദിവസങ്ങൾ 5 പ്രാവശ്യം വരും. ഇനി 30 ദിവസമാണെങ്കിൽ 1-ാം തീയതിയും 2-ാം തീയതിയും മാത്രമായിരിക്കും. ഇനി 29 ദിവസമാണെങ്കിൽ 1-ാം തീയതി ഒരു ദിവസം മാത്രമായിരിക്കും. 28 ദിവസം മാത്രമേ ഉള്ളെങ്കിൽ ആ മാസത്തിൽ ഒരു ദിവസം പോലും 5 പ്രാവശ്യം കാണത്തില്ല. ആണല്ലോ? നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പറയുന്നു 30 ദിവസമുള്ള മാസമാണ്. ആ മാസത്തിൽ 20-ാം തീയതി തിങ്കളാഴ്ചയാണെങ്കിൽ ആ മാസം 5 പ്രാവശ്യം ആവർത്തിച്ച് വരാൻ സാധ്യതയുള്ള ദിവസമേന്നാ. ദിവസങ്ങൾക്ക് 4 ഓപ്ഷൻസും ഉണ്ട്. ചൊവ്വയുണ്ട്, വ്യാഴമുണ്ട്, ശനിയുണ്ട്, തിങ്കളുണ്ട്. നമുക്കറിയാം ഈ മാസം ആകെപ്പാട് 31 ഡേയ്സ് ഉള്ള മാസമാണെങ്കിൽ ഉറപ്പായിട്ടും ആ മാസം 1-ാം തീയതി വരുന്ന ദിവസവും 2-ാം തീയതി വരുന്ന ദിവസവും 3-ാം തീയതി ദിവസവും മാത്രമേ ആ മാസം മൊത്തത്തിൽ 5 പ്രാവശ്യം വരത്തുള്ളൂ. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഈ മാസം 20-ാം തീയതി അപ്പോൾ തിങ്കളാഴ്ചയാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ആ മാസം 1-ാം തീയതി എന്താണെന്ന് കണക്കാക്കാം. 20-ാം തിങ്കളാഴ്ചയാണ് 1-ാം തീയതി കണക്കാക്കണം. 20ഉം 1ഉമായിട്ട് എത്ര വ്യത്യാസമുണ്ട്? 19 അല്ലേ? കാര്യം 1ൻ്റെ കൂടെ 19 കൂട്ടുകയാണെങ്കിൽ മാത്രമേ 20 വരത്തുള്ളൂ. അപ്പോൾ 20-ാം തീയതി തിങ്കളാഴ്ചയാണെങ്കിൽ 1-ാം തീയതി കാണുന്ന മാർഗം എന്തുവാ? ഈ ദിവസങ്ങളുടെ വ്യത്യാസമായ 19 എന്ന് പറയുന്ന സംഖ്യ നമ്മൾ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? 7 കൊണ്ട്. കാര്യമൊന്നുണ്ടാ? ഒരാഴ്ച കഴിയുമ്പോൾ സെയിം ദിവസം റിപ്പീറ്റ് ആവത്തില്ല. കൊണ്ട് എന്ത് ചെയ്യണം? 7 കൊണ്ടിരിക്കാം. 7 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 7 2 14 വന്നു. ശിഷ്ടം 5 വന്നു. ശിഷ്ടം 5 വന്നു. നമുക്ക് ശിഷ്ടം മാത്രം ഫോക്കസ് ചെയ്യാം. ശിഷ്ടം 5 വരികയാണെങ്കിൽ 20-ാം തീയതി അറിയാം. 1-ാം തീയതി കാണാൻ പറയുമ്പോൾ മുമ്പോട്ട് പോവുകയാണോ പുറകോട്ട് പോവുകയാണോ? പുറകോട്ട് പോകണ്ടേ? പുറകോട്ട് പോവുകയാണെങ്കിൽ എത്ര ശിഷ്ടം വന്നോ അത്രയും ദിവസം പുറകോട്ട് പോയാൽ മതി. എന്ന് പറഞ്ഞാൽ 20 തിങ്കളാഴ്ചയാണെങ്കിൽ തിങ്കളിൽ നിന്ന് 5 ദിവസം കുറയ്ക്കണം. പുറകോട്ട് പോകുമ്പോൾ തിങ്കൾ മുമ്പോൾ ആരാ?
തൊട്ടുമുമ്പാര ഞായറാഴ്ചയാണ്, തൊട്ടുമുമ്പാരായിരിക്കും പറ. ശനിയാഴ്ചയാണ്, തൊട്ടുമുമ്പാരായിരിക്കും പറ. വെള്ളിയാഴ്ചയാണ്, തൊട്ടുമുമ്പാരായിരിക്കും പറ. വ്യാഴാഴ്ച ആയിരിക്കത്തില്ലയോ, തൊട്ടുമുമ്പാരായിരിക്കും പറ. ബുധനാഴ്ചയാണെങ്കിൽ 1-ാം തീയതി എന്ത് വന്നു? 1-ാം തീയതി ഉറപ്പായിട്ടും ആ മാസം ബുധനാഴ്ച ആയിരുന്നുവെങ്കിൽ ഉറപ്പായ കാര്യം മനസ്സിലാക്കി. 31 ദിവസമുള്ള മാസമായതുകൊണ്ട് 1-ാം തീയതി ബുധനാഴ്ചയാണെങ്കിൽ ആ മാസം ബുധനാഴ്ച ഉറപ്പാടും 5 പ്രാവശ്യം കാണും. ഓപ്ഷന് ബുധനാഴ്ച ഉണ്ടോ? ഇല്ല. ഇനി 1-ാം തീയതി ബുധനാഴ്ചയാണെങ്കിൽ ഉറപ്പായിട്ട് 2-ാം തീയതി എന്തായിരിക്കും പറ? വ്യാഴാഴ്ച ആയിരിക്കും. 3-ാം തീയതി എന്തായിരിക്കും പറ? വെള്ളിയാഴ്ച ആയിരിക്കും. തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മുടെ ഈ മാസത്തിൽ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമേ 5 പ്രാവശ്യം വരത്തുള്ളൂ. ബുധനാഴ്ച ഓപ്ഷനിൽ കിടപ്പില്ല, വെള്ളിയാഴ്ചയും ഓപ്ഷൻ കിടപ്പില്ല. പിന്നെ ഓപ്ഷൻ ഉള്ള എന്ത് മാത്രമാണ്? വ്യാഴാഴ്ച ആയതുകൊണ്ട് ഓർക്കണം, ഈ മാസത്തിൽ 5 പ്രാവശ്യം വരുന്ന ദിവസം ഏത് മാത്രമായിരിക്കും പറ? വ്യാഴാഴ്ചയാണ്. ആ വ്യാഴാഴ്ച എന്നായിരുന്നു പറ? ആ മാസം 2-ാം തീയതി ആയിരുന്നു. ഓക്കെ ആണല്ലോ? ഇപ്പോൾ ഒന്നും മറക്കത്തില്ലല്ലോ. ഓർക്കേണ്ട കാര്യം, നമുക്ക് ആകെപ്പാട് 4 ടൈപ്പ് മാസമുണ്ട്. 31 ഡേയ്സുള്ള മാസമാണെങ്കിൽ ഓർക്കേണ്ട കാര്യം 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതി വരുന്ന ദിവസങ്ങൾ മാത്രം വർഷത്തിൽ ആ മാസത്തിൽ 5 പ്രാവശ്യം വരും. ഇനി 30 ദിവസമുള്ള മാസമാണെങ്കിൽ 1-ാം തീയതിയും 2-ാം തീയതി വരുന്ന ദിവസങ്ങൾ മാത്രം. ഇനി 29 ദിവസം മാസമാണെങ്കിൽ 1-ാം തീയതി ദിവസം മാത്രം. ഇനി 28 ദിവസമാണെങ്കിൽ ഓർക്കേണ്ട കാര്യം, ആ മാസത്തിൽ ഒരു ദിവസം പോലും 5 പ്രാവശ്യം വരത്തില്ല. ഓക്കെ ആണല്ലോ? ഇതിലേക്ക് പോകാം. 2-ാം ചോദ്യം, ക്ലോക്കിലെ സൂര്യകൾക്കിടയിലുള്ള കോൺ 70 ഡിഗ്രി ആകുന്ന സമയം എത്ര? ഇവിടെ ആകെപ്പാട് 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ 4 ഓപ്ഷൻസിൽ ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ 3:30 ആണ്, ഓപ്ഷൻ ബി 12:20 ആണ്, ഓപ്ഷൻ സി 7:20 ആണ്, ഓപ്ഷൻ ഡി 5:40. ഈ 4 ഓപ്ഷൻസിനകത്ത് ക്ലോക്കിലെ സൂചികൾ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട സൂചി ഏതൊക്കെയാണ്? മണിക്കൂർ, മിനിറ്റും. ഇപ്പോൾ മണിക്കൂർ, മിനിറ്റ് ഉണ്ടാകുന്ന ആംഗിൾ എത്ര? 70 ഡിഗ്രി വരുന്ന സമയം കാണാൻ പറയുക. നമുക്കറിയാം ക്ലോക്കിലെ സമയം പറയുന്ന സമയത്ത് മണിക്കൂർ, മിനിറ്റും പറയുന്നുണ്ടെങ്കിൽ മണിക്കൂർ അവർ എച്ചും മിനിറ്റ് എമ്മും ആണെങ്കിൽ ഓർക്കണം, ക്ലോക്കിലെ സൂചികൾക്കിടയ്ക്കുള്ള കോൺ കാണുന്ന സമവാക്യം ഇതാണ്. 30h - 11/2 m എന്നാണ് സമവാക്യം. ഓക്കെ ആണല്ലോ? എച്ച് എന്ന് പറയുമ്പോൾ അവേഴ്സ് മണിക്കൂറാണ്, എം മിനിറ്റും ആണെങ്കിൽ ഒരു സമയം പറയുമ്പോൾ മണിക്കൂർ, മിനിറ്റും പറയുന്നുണ്ടെങ്കിൽ ക്ലോക്കിലെ സൂചിക്കിടയ്ക്കുള്ള കോൺ കാണുന്ന മാർഗ്ഗം ഇതാണ്. 30h - 11/2 m ആണല്ലോ. നമുക്ക് ഈ 4 ഓപ്ഷൻസിനകത്ത് ഓരോ ഓപ്ഷൻസ് എടുത്തുകൊണ്ട് നമ്മൾ കോൺ കാണുന്ന സമയത്ത് ആംഗിൾ ഉത്തരമായിട്ട് 70 വരാൻ പാടുള്ളൂ. ഇവിടെ ആ ഉത്തരം പറയുവാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ചെയ്തു നോക്കാം. ഇപ്പോൾ സമയം 5:40 ആണെങ്കിൽ ഉറപ്പാടും മണിക്കൂർ എന്ന് പറയുമ്പോൾ 5 ആണ്, മിനിറ്റ് എന്ന് പറയുമ്പോൾ 40 ആണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ അവേഴ്സിന് പകരം 5 കൊടുക്കാം, എമ്മിന് പകരം 40 കൊടുക്കാം. ചെയ്ത് നോക്കാം. അപ്പോൾ ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു എച്ചിന് പകരം എത്ര കൊടുക്കാം? 5 കൊടുക്കാം, മൈനസ് 11/2 ഇൻറ്റു എമ്മിന് പകരം എത്ര കൊടുക്കാം? 40 എന്നും കൊടുക്കാം. 30ഉം 5ഉം എത്ര കൊണ്ട് ഗുണിച്ചാൽ 180 എന്ന് വരും. മൈനസ് ദാണ്ട് 40 എന്ന് പറയുന്ന സംഖ്യ 2 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 2ന്റെ 20 മടങ്ങാണ് 40. ഓക്കെ ആണോ? 11 പറയുന്ന സംഖ്യ 20 ഗുണിച്ച് എത്ര കിട്ടും പറ? 11 2 22 ആണ്. അപ്പോൾ 220 എന്ന് വന്നു. 150 നിന്ന് 220 കുറയ്ക്കുകയാണ്, തിരിച്ചു കുറയ്ക്കാം. 220 മൈനസ് 150 സമയം എത്ര പറ? 70 വന്നു. ചിഹ്നം മൈനസ് ഇല്ലയോ? ചിഹ്നം കൊടുക്കണ്ട, പ്ലസ് ആക്കി പറഞ്ഞാൽ മാത്രം മതി. എത്ര ആൻസർ കിട്ടി? ഇവിടെ 70 ഡിഗ്രി വന്നില്ലയോ? അതായത് ഓപ്ഷൻ ഡി ആയ 5:40 എന്ന് പറയുന്ന ഈ സമയത്തിനിടയ്ക്കുള്ള ആ സമയം പറയുന്ന സമയത്തുണ്ടാകുന്ന കോൺ കാണുകയാണെങ്കിൽ മാത്രമേ എത്ര വരുന്നുള്ളൂ? 70. നിങ്ങൾ ബാക്കിയുള്ള ഈ 3 ഓപ്ഷൻസ് നോക്കുകയാണെങ്കിലും ക്ലോക്കിലെ സൂചിക്കിടയ്ക്കുള്ള ആംഗിൾ കാണുന്ന സമയത്ത് ഉത്തരമായിട്ട് 70 വരത്തില്ല. അപ്പോൾ ഈ സമവാക്യം ഓർത്തു വെച്ചോ. മണിക്കൂർ, മിനിറ്റും പറയുകയാണെങ്കിൽ സൂചിക്കിടയ്ക്കുള്ള ആംഗിൾ കാണുന്ന മാർഗ്ഗം എന്താണ്? 30h - 11/2 m. ഓക്കെ ആണ്. 3-ാം ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോൾ അമ്മയ്ക്ക് മകനേക്കാൾ 21 വയസ്സ് കൂടുതലുണ്ട്. 6 വർഷം കഴിയുമ്പോൾ മകൻ്റെ വയസ്സിന് ഇരട്ടിയാണ് അമ്മയുടെ വയസ്സ് എങ്കിൽ അമ്മയുടെയും മകൻ്റെയും വയസ്സുകളുടെ തുക എത്ര? ഒരു അമ്മയ്ക്ക് മകനേക്കാൾ 21 വയസ്സ് കൂടുതലുണ്ട് എന്ന് പറഞ്ഞാൽ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രമാത്രം വയസ്സുണ്ട്? ആ വയസ്സിനേക്കാളിൽ 21 വയസ്സ് കൂട്ടി പറയുകയാണ് അമ്മയുടെ വയസ്സ് കിട്ടും. ഓക്കെ അല്ലയോ? 6 വർഷം കഴിയുമ്പോൾ ഉറപ്പായിട്ടും 6 വർഷം കഴിയുമ്പോൾ അമ്മയ്ക്കും 6 വയസ്സ് കൂടും, മകനും 6 വയസ്സ് കൂടും. അന്നേരമുള്ള അമ്മയുടെയും മകൻ്റെയും വയസ്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അന്നേരമുള്ള മകൻ്റെ വയസ്സ് എത്രമാത്രം വയസ്സുണ്ടോ ആ വയസ്സിൻ്റെ ഇരട്ടിയാണ് അന്നേരമുള്ള അമ്മയുടെ വയസ്സെങ്കിൽ ചോദിക്കുവാണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് അവസ്ഥയിലുള്ള അമ്മയുടെയും മകൻ്റെയും വയസ്സുകളുടെ തുക സം കാണാൻ പറയുക. ഓക്കെ ആണല്ലോ? നോക്കിക്കോണേ, ഒരു കാര്യം ചെയ്യാം. മകനെയും എടുക്കാം, അമ്മയും എടുക്കാം. രണ്ടവസ്ഥയാണല്ലോ. ഇപ്പോഴത്തെ അവസ്ഥ, പ്രസന്റ് അവസ്ഥ. ഉറപ്പാട് ഇപ്പോഴത്തെ അവസ്ഥയിൽ മകൻ്റെ വയസ്സെന്ന് പറയുമ്പോൾ ഒരു എക്സ് ആണെന്നിരിക്കട്ടെ. ഈ അമ്മയ്ക്ക് മകനേക്കാൾ 21 വയസ്സ് കൂടുതലാണെങ്കിൽ മകൻ ഇപ്പോൾ എക്സ് വയസ്സ് പ്രായമുണ്ടെങ്കിൽ അമ്മയുടെ വയസ്സ് കാണുന്ന എങ്ങനെ? മകൻ്റെ വയസ്സായ എക്സ് എന്ന് പറയുന്ന ഈ സംഖ്യയുടെ കൂടെ 21 വയസ്സ് കൂട്ടി പറഞ്ഞാൽ പോരെ.
ഓക്കെ ആണല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള മകൻ്റെ വയസ്സപ്പോൾ എക്സ് ആണ്, അമ്മയുടെ എത്ര എക്സ് പ്ലസ് 21 ഓക്കെ അല്ലയോ. ഇനി 6 വർഷം കഴിയുമ്പോൾ 6 വർഷം ശേഷം ഉറപ്പായിട്ടും 6 വർഷം കഴിയുമ്പോൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യും, മകനും 6 വയസ്സ് കൂടും, അമ്മയ്ക്കും 6 വയസ്സ് കൂടും അതെയോ. മകൻ ഇപ്പോൾ എക്സ് വയസ്സ് പ്രായമുണ്ടെങ്കിൽ 6 വർഷം കഴിയുമ്പോൾ മകൻ്റെ വയസ്സ് കാണുന്നത് എങ്ങനെയാ, ഇപ്പോഴത്തെ വയസ്സായ എക്സ് എന്ന് പറയുന്ന വയസ്സിൻ്റെ കൂടെ ഒരു 6 വയസ്സ് കൂട്ടി പറഞ്ഞാൽ പോരെ. ഓക്കെ ആണല്ലോ. അമ്മയ്ക്ക് ഇപ്പോൾ എക്സ് പ്ലസ് 21 വയസ്സുണ്ടെങ്കിൽ 6 വർഷം കഴിയുമ്പോൾ അമ്മയ്ക്കും 6 വയസ്സ് കൂടുമെങ്കിൽ അന്നേരമുള്ള അമ്മയുടെ വയസ്സ് കാണുന്നത് എങ്ങനെയാ, ഇപ്പോഴത്തെ അമ്മയുടെ വയസ്സായ എക്സ് പ്ലസ് 21 എന്ന് പറയുന്ന ഈ വയസ്സിൻ്റെ കൂടെ ഒരു 6 വയസ്സ് കൂട്ടിയാൽ പോരെ. എത്ര കിട്ടും, ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 21 6 കൂട്ടിയാൽ 27 എന്ന് വന്നു. ചോദ്യം പറയുന്നു 6 വർഷം ശേഷമുള്ള അമ്മയുടെയും മകൻ്റെയും വയസ്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അന്നേരമുള്ള അമ്മയുടെ വയസ്സായ എക്സ് പ്ലസ് 27 എന്ന് പറയുന്ന ഈ വയസ്സ് അന്നേരമുള്ള മകൻ്റെ വയസ്സായ എക്സ് പ്ലസ് 6 എന്ന് പറയുന്ന ഈ വയസ്സിൻ്റെ 2 മടങ്ങാണെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അന്നേരമുള്ള മകൻ്റെ വയസ്സായ എക്സ് പ്ലസ് 6 എന്ന് പറയുന്ന ഈ വയസ്സിൻ്റെ 2 മടങ്ങ് എടുക്കുകയാണെങ്കിൽ മാത്രമേ അന്നേരമുള്ള അമ്മയുടെ വയസ്സായ എക്സ് പ്ലസ് 27 ലഭിക്കത്തുള്ളൂ. ഓക്കെ ആണോ. ഒരു ഇക്വേഷൻ വന്നാൽ കണ്ടോ, 6 വർഷം ശേഷമുള്ള അമ്മയുടെ വയസ്സെന്ന് പറയുമ്പോൾ 6 വർഷം ശേഷമുള്ള മകൻ്റെ ഇരട്ടിയാണ്. ഒരു ഇക്വേഷൻ ആയല്ലോ. എക്സിൻ്റെ വാല്യൂ കണ്ടാൽ പറയാം, ലഘൂകരിക്കാം. 2 അകത്തോട്ട് കയറട്ടെ, 2ഉം എക്സും ഗുണിച്ചാൽ 2x, ഈ 2ഉം 6ഉമായിട്ട് ഗുണിച്ചാൽ 6 2 12 ചിഹ്നം പ്ലസ്, അത് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 27 എന്ന് വന്നു. ഓക്കെ അല്ലയോ. നമുക്ക് ഈ പ്ലസ് എക്സ് അങ്ങ് ഇപ്പുറത്ത് കൊണ്ടുവരാം. 2x ഇവിടെ കിടപ്പുകൊണ്ട് എക്സ് ഇപ്പുറത്ത് വന്നാൽ അത് മൈനസ് എക്സ് ആയിട്ട് മാറി, ഈസ് ഈക്വൽ ടു 27. ഈ പ്ലസ് 12 അപ്പുറത്ത് പോയി എന്ത് സംഭവിക്കും, അത് മൈനസ് 12 മാറി. ഓക്കെ അല്ലയോ. 2x നിന്ന് എക്സ് കുറച്ചാൽ 2x നിന്ന് 1x കുറച്ചാൽ ബാക്കി എത്ര, 1x. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 27 മൈനസ് 12 സമയം എത്ര ആയിരിക്കും പറ, 15 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി, 15. എക്സ് എന്ന് പറയുമ്പോൾ ആരാ, മകനല്ലയോ. അപ്പോൾ എത്ര മകൻ്റെ വയസ്സ്, മകൻ്റെ അന്നേരമുള്ള വയസ്സ് എത്ര എന്ന് പറ. മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര കിട്ടി, എക്സ് അല്ലേ, എത്ര കിട്ടി പറ, 15. മകന് 15 വയസ്സ് പ്രായമുണ്ടെങ്കിൽ അമ്മയുടെ വയസ്സ് എത്ര, അമ്മയ്ക്ക് മകനേക്കാളിൽ 21 വയസ്സ് കൂടുതലാണെങ്കിൽ മകൻ്റെ വയസ്സായ 15 എത്ര കൂട്ടിയാൽ മതി, 21 കൂട്ടിയാൽ പോരെ. എത്ര കിട്ടും, ഈസ് ഈക്വൽ ടു 36 വന്നു. ഓക്കെ ആണോ. മകൻ ഇപ്പോൾ 15 വയസ്സ് പ്രായമുണ്ട്, അമ്മയ്ക്ക് 36 വയസ്സും പ്രായമുണ്ടെങ്കിൽ രണ്ടുപേരുടെ വയസ്സുകളുടെ തുക കാണുന്ന മാർഗം എന്തുവാ, തുക കണക്കാക്കാൻ പറയുമ്പോൾ മകൻ്റെ വയസ്സായ 15ൻ്റെ കൂടെ അമ്മയുടെ വയസ്സായ 36 കൂട്ടിയാൽ പോരെ. 36 പ്ലസ് 15 സമയം എത്ര പറ, 5 6 12 ശിഷ്ടോത്തര 4 1 5 51 വയസ്സ്. ഓക്കെ ആണോ. അതായത് അമ്മയുടെയും മകൻ്റെയും ഇപ്പോൾ സമയത്തിരട്ടി പറ 51 വയസ്സ്. ഒരാൾ 12 മീറ്റർ കിഴക്കോട്ട് നടന്ന ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ നടന്നു, വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ നടന്നു, വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ നടന്നു എങ്കിൽ നടക്കാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്കുള്ള അകലം എത്ര? ഉത്തരം പറയാമല്ലോ, നോക്കിക്കോണേ. ഒരു കോമ്പസ് വരയ്ക്കാം. കോമ്പസ് എപ്പോഴും മുകൾ ഭാഗം എന്ന് പറയുമ്പോൾ നോർത്ത് ആയിരിക്കും, താഴെ എപ്പോഴും സൗത്ത് ആയിരിക്കും, ഈ ഭാഗത്ത് എപ്പോഴും ഈസ്റ്റ് ആണ്, ഈ ഭാഗം വെസ്റ്റ് ആണ് എന്ന് പറയും. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ കിഴക്ക്, ഇങ്ങോട്ട് വന്നാൽ പടിഞ്ഞാറ്, മേപ്പോട്ട് പോയാൽ വടക്ക്, താപ്പോട്ട് പോയാൽ എപ്പോൾ എന്താ തെക്ക്. ഓക്കെ അല്ലയോ. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ട് ചെയ്യാം. ഒരാൾ ആദ്യം 12 മീറ്റർ കിഴക്കോട്ട് പോയി. കിഴക്ക് എങ്ങോട്ടേക്കാ, അങ്ങോട്ടേക്കാണല്ലോ പോകാം. താണ്ട് നേരെ 12 മീറ്റർ നേരെ പോയി കിഴക്കോട്ട് 12 മീറ്റർ പോയി. ശേഷം അയാൾ 10 മീറ്റർ ഇടത്തോട്ട് പോയി. ഓർക്കേണ്ട കാര്യം, കിഴക്കോട്ട് ഇങ്ങോട്ട് പോകുന്ന വ്യക്തിയുടെ ഉറപ്പാടും വലത് കൈ താഴെയാണ്, ഇടത് കൈ മുകളിലാണ്. ഇടത് കൈ നിൽക്കുന്ന ഭാഗത്തേക്ക് പോയി ഇടത്തുനിന്ന് പറയാം. ഓക്കെ അല്ലയോ. അപ്പോൾ എന്ത് ചെയ്യാം, ഇടത്ത് എങ്ങോട്ടേക്കാ, മുകളിലേക്ക് പോകുന്ന ഒരു 10 മീറ്റർ, മുകളിലേക്ക് പോകുന്നു 10 മീറ്റർ തിരിക്കട്ടെ. വീണ്ടും ഇടത്തോട്ട് പോകുന്ന 4 മീറ്റർ ആണല്ലോ. മേപ്പോട്ട് പോകുന്ന ആളാണ്, അയാളുടെ ഉറപ്പാടും ഇടത് കൈ ഇപ്പുറത്താണ്, ഇടത് കൈ നിൽക്കുന്ന ഭാഗത്തേക്ക് പോയ ഇടത്ത് ആണല്ലോ. ഇടത് കൈ ഇപ്പുറത്തല്ലേ വരത്തുള്ളൂ. അപ്പോൾ എന്താ, ഇങ്ങോട്ടേക്ക് പോകാം. എത്ര മീറ്റർ പോകാം, 4 മീറ്റർ. 4 മീറ്റർ പോയി. വീണ്ടും അയാൾ എന്ത് ചെയ്യുന്നു, ഒരു 4 മീറ്റർ കൂടി ഇടത്തോട്ട് പോകുന്നു. ഓക്കെ അല്ലേ. ഇങ്ങോട്ട് വരുന്ന കക്ഷി ആളാണ്, ഉറപ്പാട് അയാൾ എന്ത് ചെയ്യും, മുകൾ ഭാഗത്ത് വലത് കൈയാണ്, താഴെ ഇടത് കൈയാണ്. എന്ത് ചെയ്യും, ഇടത്തോട്ട് പോകണ്ടേ, ഇടത് കൈ നിൽക്കുന്ന ഭാഗത്ത് പോയി ഇടത്തോട്ട്. ഇപ്പം കണ്ടാ താഴേക്ക് ഒരു 4 മീറ്റർ പോയി നിന്നു. എങ്കിൽ ചോദിക്കുക, ഇപ്പോൾ നിൽക്കുന്ന ഈ പോയിന്റിൽ നിന്ന് യാത്ര പുറപ്പെട്ട ഈ പോയിന്റിലേക്കുള്ള ഏറ്റവും ചുരുങ്ങിയ ദൂരം പറയാൻ പോരാ. ചുരുങ്ങിയ ദൂരമാണ്
അയാൾ പോയ ദൂരം പറയുവാണെങ്കിൽ 12 + 10 + 4 + 4 നമുക്ക് വേണ്ടതല്ല. നിൽക്കുന്ന പോയിന്റിൽ നിന്ന് യാത്ര പുറപ്പെട്ട പോയിന്റ് കൂടെ ചുരുങ്ങിയ ദൂരമാണ്. നിൽക്കുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു ബിയും പുറപ്പെട്ട പോയിന്റ് എയും ആണെങ്കിൽ എ ബി എന്ന് പറയുന്ന ഈ അകലം കണ്ടെത്താൻ പറയുക. എപ്പോഴും ചരിഞ്ഞ അകലങ്ങൾ കണ്ടെത്താൻ പറയുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ ഫിഗർ ഒരു മട്ടത്രികോണമാക്കണം എന്ന് പറയാൻ നോക്കിക്കോണേണ്ട ഈ വരെ താഴേക്ക് നീട്ടാൻ പോവാം. വന്ന് മുട്ടുമ്പോൾ ഉണ്ടാകും 90 ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ ഇല്ല കണ്ടേ, ഇവിടെ നിന്ന് ഇവിടം വരെ 10 ഉണ്ടെങ്കിൽ ഈ അകലവും 10 തന്നെയാണ്. അതിൽ 4 കുറഞ്ഞ ബാക്കി എത്രയാണെന്ന് പറയാമോ? ഇവിടെ നിന്ന് ഇവിടം വരെ 10 ആണെങ്കിൽ 4 പോയി ബാക്കി എത്ര ഉണ്ട് പറ? 6 മീറ്റർ. അതായത് ബി മുതൽ ഈ പോയിന്റ് എം എന്ന് കൊടുത്താൽ ബി ഇറ്റൽ സി കൊടുത്താൽ ബി മുതൽ സി വരെ 6 മീറ്റർ അകലമുണ്ട്. ഇവിടെ മുതൽ ഇവിടം വരെ ആകപ്പാട് 12 മീറ്റർ അകലമുണ്ട്. അതിൽ ഈ അകലവും സെയിം ആണ്. ഇത് 4 ആണെങ്കിൽ ഉറപ്പാടും താഴെ 4 മീറ്റർ ആണല്ലോ. ആകെയുള്ള 12 മീറ്ററിൽ 4 മീറ്റർ കുറച്ചാൽ അപ്പോൾ ബാക്കി എത്ര കാണും പറ? 12 - 4 സമയം എത്ര? 8 മീറ്റർ ആയിരിക്കും ഉറപ്പാടും എ മുതൽ സി വരെ. അപ്പോൾ എ സി എന്ന് പറയുന്ന ഈ അകലം എത്ര ആയിരിക്കും? 8 ആണ്. ബി സി എന്ന് പറയുമ്പോൾ 6 ആണെങ്കിൽ കണ്ടെത്തുന്ന അകലം ഏതാ? എ ബി എന്ന് പറയുന്ന ഈ അകലമല്ലയോ? ഒരു മട്ടത്രികോണത്തിൻ്റെ പാദമെന്ന് പറയുമ്പോൾ 8 ആണ്, ലംബമെന്ന് പറയുമ്പോൾ 6 ആണ്. കർണം കാണാൻ പറയില്ലയോ? ചെയ്യുന്ന മാർഗം എന്തോ? പൈതറസിറ ഒന്നും വേണ്ട, ഓർത്തിരുന്നു. വേണ്ടേ 6ഉം 8ഉമാണ് ലംബവശങ്ങളെങ്കിൽ ഉറപ്പായിട്ടും കർണമെന്ന് പറയുമ്പോൾ 10 വരുത്തുള്ളൂ. 3ഉം 4ഉമാണ് ലംബവശങ്ങളെങ്കിൽ കർണമെന്ന് പറയുമ്പോൾ 5 വരുത്തുള്ളൂ. 3 2 6, 4 2 8, അപ്പോൾ I 2 10. 6ഉം 8ഉമാണ് ലംബവശങ്ങളിൽ കർണം 10 വരത്തുള്ളൂ. ഓർത്ത് വെച്ചോ, മിക്കവാറും ഈ 2 സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമേ വരത്തുള്ളൂ. 3ഉം 4ഉം കണ്ടാൽ അടുത്ത വശം 5 ആയിരിക്കും. 6ഉം 8ഉം കണ്ടാൽ നെക്സ്റ്റ് വശം 10 ആയിരിക്കും. ഓക്കെ ആണോ? ഇങ്ങനെ ഒരു മട്ടത്രികോണത്തിന് വശങ്ങളായിട്ട് വരാൻ സാധ്യതയുള്ള സംഖ്യകൾക്ക് വിളിക്കുന്ന പേരാണ് പൈതഗോറിയൻ ത്രയങ്ങൾ. കേട്ടോ, പൈതഗോറിയൻ ത്രയങ്ങൾ. പണ സംഖ്യ ആരൊക്കെയാ? ലംബവശങ്ങൾ. അപ്പോൾ 8ഉം 6ഉം ആണെങ്കിൽ കർണം എത്ര ആയിരിക്കും? 10 ആണെങ്കിൽ എന്ത് കിട്ടി? എ ബി എന്ന് പറയുന്ന ഈ അകലം 10 ആണ്. എന്ത് പറയാം? അയാൾ യാത്ര പുറപ്പെട്ട പോയിന്റിൽ നിന്ന് നിൽക്കുന്നതിലേക്കുള്ള അകലം എത്ര ആയിരിക്കും പറ? 10 മീറ്റർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഈ സംഖ്യകളുടെ പേര് ഓർമ്മയുണ്ടല്ലോ. ഒരു മട്ടത്രികോണത്തിന് വശങ്ങളായിട്ട് വരാൻ സാധ്യതയുള്ള സംഖ്യകൾ വിളിക്കുന്ന പേരാണ് എന്താ പറ? പൈതഗോറിയൻ ത്രയങ്ങൾ. ഓക്കെ ആണല്ലോ? അടുത്ത ദിവസത്തിലേക്ക് പോകാം. 11³ + 20² - 3 the whole raised to 1/3 വാല്യൂ കാണാൻ പറയുക. 11³ + 20² - 3 the whole raised to 1/3 വാല്യൂ കാണാൻ പറയുക. നോക്കണേ, സിമ്പിൾ. I = 11³ എന്ന് പറയുമ്പോൾ 11 പറയാൻ സംഖ്യ 3 ടൈംസ് ഗുണിക്കുക. 11 × 11 × 1 എത്ര ആയിരിക്കും അറിയാമോ? 1331 11ന്റെ ക്യൂബ്. പ്ലസ് 20ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര? 400. അത് എന്ത് ചെയ്യണം? 3 കുറയ്ക്കണം. കിട്ടുന്ന ആൻസറിൻ്റെ റേസ് ടു 1/3 കാണാൻ പറയും. അപ്പോൾ = നോക്കണേ, ഇവ തമ്മിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ 1331 + 400 എന്ന് പറയുമ്പോൾ 1731. കാര്യം 4 + 3 7 ആണല്ലോ. -3 കുറയ്ക്കാം. അതേ റേസ് ടു എത്ര? = 1/3 എന്ന് വന്നു. ഓക്കെ ആണോ? = കുറയ്ക്കാന്നുണ്ടെ 1731 - 3 പറയുമ്പോൾ 31 - 3 സമയത്ത് 28 അല്ലയോ? 1728 എന്ന് വന്നു. അതേ റേസ് ടു 1/3 എന്ന് വന്നു. 2 മാർഗം പറയാൻ പറ്റും. ഒരു സംഖ്യയുടെ പവർ റേസ് ടു 1/3 എന്നാണെങ്കിൽ ഉറപ്പാടും അകത്തുള്ള സംഖ്യ ആരുടെ ക്യൂബ് ആയിരിക്കും. ഇനി അതുമല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട കാര്യം, ഒരു സംഖ്യ റേസ് ടു 1/2 എന്ന് പറയുമ്പോൾ അർത്ഥം ആ സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കണ്ടെത്താനാണ്. ഒരു സംഖ്യ റേസ് ടു 1/3 മീൻസ് അർത്ഥം ആ സംഖ്യയുടെ ക്യൂബ് റൂട്ട് കണ്ടെത്താനാണ്. ഓക്കെ ആണോ? ഒരു സംഖ്യ റേസ് ടു 1/4 എന്ന് പറയുമ്പോൾ അർത്ഥം ആ സംഖ്യയുടെ 4th റൂട്ട് കണ്ടെത്താനാണ്. എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ റേസ് ടു 1/n എന്ന് പറഞ്ഞ അർത്ഥം ആ സംഖ്യയുടെ nth റൂട്ട് കണ്ടെത്തുക എന്നാണ് അർത്ഥം. ഓക്കെ ആണല്ലോ? ഇവിടെ പവർ എത്ര? 1/3 അല്ലേ? അപ്പോൾ 1/3 അർത്ഥം എന്തായിരിക്കും പറ? തന്നിരിക്കുന്ന സംഖ്യയായ 1728 എന്ന് പറയുന്ന സംഖ്യയുടെ എന്ത് കണ്ടെത്താനാണ് പറ? ക്യൂബ് റൂട്ട് കണ്ടെത്താൻ പറയുക. ഒരു ഫാക്ടറൈസ് ചെയ്യാൻ നോക്കിക്കോണേ. 1728 എന്ന് പറയുന്ന ഈ സംഖ്യ ഫാക്ടറൈസ് ചെയ്യാം. ഒരു ഈവൻ നമ്പർ ആണല്ലോ. സംഖ്യ എന്തുകൊണ്ടിരിക്കാൻ പറ്റും പറയാമോ? 2 കൊണ്ടിരിക്കാം. 2 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നോക്കിക്കോണം. 8 2 ആവുമ്പോൾ 16 വന്നു. ശിഷ്ടം 1 ബാക്കിയുണ്ട്. ബാക്കി 12 എന്ന് വായിക്കാം. 6 2 12, 4 2 8.
വീണ്ടും 2 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 4 2 8 ആണ്, 3 2 6 ആണ്, ഈ 2 4. വീണ്ടും 2 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ഈ 2 4 ആണ്, ശിഷ്ടം ഒന്നുമില്ല. ഒരു 2 2 ആണ്, ശിഷ്ടം 1 ഉണ്ട്. 12 എന്ന് വായിക്കാം. 6 2 12. നമുക്ക് ഈ സംഖ്യ വേണേൽ ഹരിക്കാം. ഈ സംഖ്യ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും, അതുകൊണ്ട് 3 കൊണ്ടും പറ്റും. ചെയ്യാം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, 6 കൊണ്ട് ഹരിക്കാം. 6 കൊണ്ട് 6ൻ്റെ 36 മടങ്ങാണ് 216. വീണ്ടും 6ൻ്റെ 6 മടങ്ങാണ് 36 എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് പറയാം, എങ്ങനെ പറയാൻ പറ്റും? ക്യൂബ് റൂട്ട് ഓഫ് അകത്താരെ പറയാം? 2 വീണ്ടും 2 വീണ്ടും 2 വീണ്ടും 6 6 ഇൻറ്റു 6 എന്ന് പറയാം. എന്താണ് ക്യൂബ് റൂട്ട്? പറ. നമ്മളൊരു സംഖ്യ ഫാക്ടറൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു നമ്പർ 2 പ്രാവശ്യം വരുമ്പോൾ ഒന്ന് പുറത്തെടുത്താൽ അത് സ്ക്വയർ റൂട്ടാണ്. ക്യൂബ് റൂട്ട് ആണെങ്കിൽ അകത്ത് ഒരു സംഖ്യ 3 പ്രാവശ്യം വരികയാണെങ്കിൽ മാത്രം ഒന്ന് പുറത്തെടുക്കുക ആണല്ലോ. ക്യൂബ് റൂട്ട് ആണല്ലോ. നോക്കിയേ, 2 എന്ന് പറയുന്ന സംഖ്യ 1 2 3 ടൈംസ് ഉണ്ടല്ലോ. 3 പ്രാവശ്യം ഉണ്ടെങ്കിൽ ഒരു 2 പുറത്തു വരും, ഒരു 2 പുറത്തു വന്നു. 6 എന്ന് പറയുന്ന സംഖ്യ 3 പ്രാവശ്യം ഉള്ളത് കൊണ്ട് ഒരു 6 പുറത്തു വന്നു. ഇതിനകത്ത് ആരുമില്ല. 2ഉം 6 ഗുണിച്ച എത്ര കിട്ടും? പറ. 12 വന്നില്ലയോ എന്ന് പറഞ്ഞാൽ ഉത്തരത്തിലേക്ക് പറ 12. ഒറ്റവാക്കി പറയുവാണെങ്കിൽ 12 എന്ന് പറയുന്ന സംഖ്യയുടെ ക്യൂബാണ് 1728. ഓക്കെ ആണല്ലോ. അടുത്ത ദിവസത്തിലേക്ക് പോകാം. രാജുവിന് 1ാം പാദ പരീക്ഷയിൽ 62 മാർക്കും 2ാം പാദ പരീക്ഷയിൽ 48 മാർക്കും കിട്ടി. വാർഷിക പരീക്ഷയിൽ ഏറ്റവും കുറഞ്ഞത് എത്ര മാർക്ക് കിട്ടിയാൽ ശരാശരി 60 മാർക്ക് കിട്ടും? സിമ്പിൾ ചോദ്യമാണ്. നോക്കിക്കോണേ. രാജു ഒരു കുട്ടിയാണ്. കുട്ടിക്ക് 1ാം പാദ പരീക്ഷയിൽ 62 മാർക്ക് കിട്ടി, 2ാം പാദ പരീക്ഷയിൽ 42 മാർക്ക് കിട്ടി. ഇനി 3ാമത്തെ പാദ പരീക്ഷ കഴിയും. ഇപ്പോൾ ഓർക്കുക, 3ാമത്തെ എക്സാം കഴിയുന്ന സമയത്ത് ആകെയുള്ള വാർഷിക പരീക്ഷ ശരാശരി മാർക്ക് 60 ആകണമെന്നുണ്ടെങ്കിൽ 3ാമത്തെ പാദ പരീക്ഷയുടെ മാർക്ക് കാണാൻ പറയുക. വെറും മാർക്കിലെ ശരാശരി മാർക്ക്. ഇപ്പോൾ നോക്കിക്കോണേ, സപ്പോസ് 1ാമത്തെ പരീക്ഷ 62 മാർക്ക്, 2 42 ആണല്ലോ. 3ാമത്തെ എക്സാമിൻ്റെ അവൻ്റെ മാർക്ക് എന്ന് പറയുമ്പോൾ എക്സ് ആണെന്നിരിക്കട്ടെ. ഈ 3 മാർക്കുകളുടെ ശരാശരിയാണ് നമ്മുടെ 60. ശരാശരി കാണുന്ന മാർഗം എന്തുവാ? ആകെപ്പാട് 3 മാർക്കുകൾ മാത്രമുണ്ടെങ്കിൽ ശരാശരി കാണുന്ന മാർഗം എന്തുവാ? ശരാശരി എന്ന് പറയുമ്പോൾ സംഖ്യകളുടെ ആകെത്തുകയെ നമ്മൾ എണ്ണം കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ മാത്രമേ എന്ത് വരികാറുള്ളൂ? ശരാശരി ലഭിക്കത്തുള്ളൂ. സംഖ്യകളുടെ ആകെത്തുക എണ്ണം. ഓക്കെ ആണല്ലോ. സംഖ്യകളുടെ ആകെസം എന്ന് പറയുമ്പോൾ 1ാം പരീക്ഷയ്ക്ക് 62 മാർക്കുണ്ട്, 2ാം പരീക്ഷയ്ക്ക് 48 മാർക്കുണ്ട്, 3ാം പരീക്ഷയ്ക്ക് സപ്പോസ് എക്സ് മാർക്കുണ്ടെങ്കിൽ ആകെ മാർക്ക് കാണുന്ന എങ്ങനെയാ? 62 + 48 + എക്സ് ആണ് മാർക്കുകളുടെ ആകെസം. നമ്മൾ അതിനെ ആകെ എത്ര എക്സാം ഉണ്ട്? 3. ആ 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് നമ്മുടെ 60 ശരാശരി മാർക്ക്. ഓക്കെ അല്ലയോ? ഈ 3 പരീക്ഷയുടെ മാർക്കുകളുടെ ആകെ സമയം നമ്മൾ പരീക്ഷകളുടെ ആകെ എണ്ണമായി 3 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ മാത്രമേ ശരാശരി വരത്തുള്ളൂ. എക്സിൻ്റെ വാല്യൂ കാണാം. ഈ 3 അങ്ങ് അപ്പുറത്ത് പോകാതെ പോലെ കൂട്ടുകയും ചെയ്യാം. 62ഉം 48ഉം കൂട്ടിയാൽ 8ഉം 2ഉം 10 ശിഷ്ടം 1 110 വന്നു. പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു ഈ 3 അങ്ങ് അപ്പുറത്ത് പോയി എന്ത് ചെയ്യണം? ഹരിക്കുന്ന 3 അപ്പുറത്ത് ഗുണിക്കണ്ടേ? 60നെ 3 ഗുണിക്കാം. 60 3 സമയം എത്ര ഗുണിച്ചാൽ 180 വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കാണുന്ന മാർഗം എന്തുവാ? 180 നിന്ന് ആരെ കുറച്ചാൽ മതി? ഈ 110 കുറച്ചാൽ പോരെ. എത്ര കിട്ടും? പറ. 70 കിട്ടി. എന്ന് പറഞ്ഞാൽ അവൻ 3ാമത്തെ പരീക്ഷയ്ക്ക് 70 മാർക്ക് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ ആകെ അവൻ്റെ ശരാശരി മാർക്ക് എന്ന് പറയുമ്പോൾ 60 വരത്തുള്ളൂ. ഇവിടെ നമ്മൾ ശരാശരി കണ്ട മാർഗം എന്തുവാ? സംഖ്യകളുടെ ആകെ സമയം എന്ത് ചെയ്തു? എണ്ണം കൊണ്ട് ഹരിച്ചു. ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോ. നിങ്ങൾ സംഖ്യകളുടെ ആകെത്തുകയെ എണ്ണം കൊണ്ട് ഹരിച്ച് നിങ്ങൾ ശരാശരി കണ്ടുപിടിക്കുകയാണെങ്കിൽ അങ്ങനെ ശരാശരി കാണുന്ന മാർഗത്തിന് വിളിക്കുന്ന പേരാണ്, മറന്നു പോകേണ്ട, മാധ്യം. കേട്ടോ, മാധ്യം. ഇംഗ്ലീഷ് പേരാണ് മീൻ. ഇപ്പോൾ ചോദിക്കുക തന്നിരിക്കുന്ന സംഖ്യകളുടെ മാധ്യം അഥവാ മീൻ കാണാൻ ചോദിക്കുകയാണെങ്കിൽ വേറൊന്നുമില്ല. മീൻ എന്ന് പറയുമ്പോൾ സംഖ്യകളുടെ ആകെത്തുക എണ്ണം. സംഖ്യകളുടെ ആകെത്തുക എണ്ണത്തിൽ കാണുന്ന പോലെ വരുന്ന മാധ്യം അഥവാ മീൻ. ഓക്കെ ആണല്ലോ. ക്വസ്റ്റിലേക്ക് പോകാം. ആനന്ദിൻ്റെ അച്ഛൻ്റെ സഹോദരിമാരാണ് രാഖിയും രേണുവും. രാഖിയുടെ അമ്മയുടെ ഒരേയൊരു മകൻ്റെ ഭാര്യയാണ് നിഷയെങ്കിൽ നിഷയും ആനന്ദുമായുള്ള ബന്ധം എന്ത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ മകൻ, ഓപ്ഷൻ ബി സഹോദരൻ, ഓപ്ഷൻ സി അച്ഛൻ, ഓപ്ഷൻ ഡി അമ്മാവൻ. വ്യക്തബന്ധമാണ്, സിമ്പിൾ ചോദ്യമാണെന്ന് വരച്ചു നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ആനന്ദ്, ഒരു പയ്യൻ ആനന്ദ്. ആനന്ദിൻ്റെ അച്ഛൻ, അദ്ദേഹത്തിന് 2 സഹോദരിമാരാണ്. ഒരാൾ രാഖി, രണ്ടാമത്തെ ആൾ രേണു. ചോദ്യം പറയുന്നു, രാഖിയുടെ അമ്മ. രാഖിയുടെ അമ്മ എന്ന് പറയുമ്പോൾ ഓർക്കണം,
ആനന്ദിൻ്റെ അച്ഛൻ്റെ സഹോദരിമാരാണ് രാഖയും രേണുവെങ്കിൽ ഉറപ്പാടും ഈ രാഖയും രേണുവും ഈ അച്ഛനെ മൂന്നിരുന്നായിരിക്കും പറ സഹോദരങ്ങളില്ലയോ. അപ്പോൾ രാഖയുടെ അമ്മ എന്ന് പറയുമ്പോൾ 6 അമ്മയായിരിക്കും പറ. ഈ ആനന്ദിൻ്റെ അച്ഛൻ്റെ അമ്മയുമായിരിക്കും രേണുവിൻ്റെ അമ്മയായിരിക്കും. അതായത് 3 പേർ അമ്മയാണ് സ്ത്രീ. രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു പുത്രൻ എന്ന് പറയുമ്പോൾ ആരാ? രാഖിയുടെ അമ്മയ്ക്ക് ആകപ്പാട് 3 കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഒരാൾ രാഖിയാണ്, രണ്ടാമത്തത് രേണുവാണ്, മൂന്നാമനാണ് ആനന്ദിൻ്റെ അച്ഛനായ ഈ ആള്. അപ്പോൾ ആകെ ആരാ? ഒരു പുത്രൻ മാത്രമേ ഉള്ളൂ. പുത്രൻ ആരാ? രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു പുത്രൻ എന്ന് പറഞ്ഞാൽ ആരാ? ആനന്ദിൻ്റെ അച്ഛൻ തന്നെ. ഓക്കെല്ലയോ? ഈ ആനന്ദിൻ്റെ അച്ഛൻ്റെ ഭാര്യ നിശ എന്ന് പറയുന്നു. അതായത് രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു പുത്രനായ ആനന്ദിൻ്റെ അച്ഛൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ നിശയാണ്. നിശ എന്ന് പറഞ്ഞാൽ ഈ 2 പേരെന്തുവാ? ഭാര്യ ഭർത്താക്കന്മാരാ. ഓക്കെ അല്ലയോ? അപ്പം ഇയാൾ ആനന്ദിൻ്റെ അച്ഛനാണെങ്കിൽ ഈ നിശയാണെങ്കിൽ ആനന്ദിൻ്റെ ആയിരിക്കും പറ അമ്മയായിരിക്കത്തില്ലയോ? അപ്പോൾ ചോദിക്കുക, നിശ എന്ന് പറയുന്ന ആൾക്ക് ആനന്ദുമായുള്ള ബന്ധമാ. നിശയുടെ ആരാ? ആനന്ദ് പറ മകനായിരിക്കത്തിലൂടെ. ഈ 2 പേര് ഭാര്യയും ഭർത്താക്കന്മാരും ആവുമ്പോൾ ഈ ആനന്ദ് പറ ആരാ? മകനായിരിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ആനന്ദിൻ്റെ അച്ഛനും അമ്മയുമാണ് ഈ 2 പേരെങ്കിൽ നിശയുടെ മകനാണ് ആനന്ദ്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഇത് കോഡിംഗ് ആണ്. ആപ്പിളിൻ്റെ കോഡ് ഈ വാക്കാണെങ്കിൽ ഓറഞ്ചിൻ്റെ കോഡ് എത്ര? 4 ഓപ്ഷൻസ് ഉണ്ട്. സിമ്പിളാണ്, നോക്കിയാണേ. ആപ്പിൾ എന്ന് പറയുന്ന വാക്ക് എങ്ങനെ ഈ വാക്കായിട്ട് മാറി? ആപ്പിൾ ആകപ്പാട് 1, 2, 3, 4, 5 ലെറ്റേഴ്സ് ഉണ്ട്. അവിടെയും 1, 2, 3, 5 ലെറ്റേഴ്സ് തന്നെ ഉണ്ട്. നോക്കാം. ഒന്നാമനെ ഇ ആയിട്ട് മാറി. എ എന്ന് പറയുമ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ ഒന്നാമനാണ്, അത് ഇ ആയപ്പോൾ 5 ആയിട്ട് മാറി, E5. പി എന്ന് പറയുമ്പോൾ 16-മനാണ്, അത് ടി ആയപ്പോൾ 20-മനായിട്ട് മാറി. ഈ പിയും 16-മനാണ്, അത് ടി ആയപ്പോൾ 20-മായിട്ട് മാറി. എൽ എന്ന് പറയുമ്പോൾ 12-മനാണ്, അത് പി ആയപ്പോൾ അതും 16-ആയിട്ട് മാറി. ഇ എന്ന് പറയുമ്പോൾ 5-മനാണ്, അത് ഐ ആയപ്പോൾ 9-ആയിട്ട് മാറി. എന്ന് പറഞ്ഞാൽ 1 5 ആയെങ്കിൽ എത്ര കൂടി? 1 4 5, 16 4 20, 16 4 20, 12 4 16, 5 4 9. എന്ത് സംഭവിച്ചു? ആപ്പിളിൻ്റെ ഓരോ ലെറ്റേഴ്സിന് എന്തിലേക്ക് പോകാം? 4 കൊണ്ട് ആഡ് ചെയ്തേക്കോ ഇല്ലയോ? സെയിം പ്രോസസ് ഇവിടെയും ചെയ്യാം. ഓറഞ്ചിൻ്റെ ഒ എന്ന് പറയുമ്പോൾ ഒ എത്ര? 15 ആണ്. ആർ എന്ന് പറയുമ്പോൾ 18-മനാണ്. എ എന്ന് പറയുമ്പോൾ 1-മനാണ്. എൻ എന്ന് പറയുമ്പോൾ 14-മനാണ്. ജി എന്ന് പറയുമ്പോൾ 7-മനാണ്. ഇ എന്ന് പറയുമ്പോൾ 5-മനുമാണെങ്കിൽ ഓരോ സംഖ്യ എന്ത് ചെയ്യാം? 4 കൊണ്ട് കൂട്ടാം. 15 4 കൂട്ടിയാൽ 19 വരും. 18 4 കൂട്ടിയാൽ 22 വരണം. 1 4 കൂട്ടിയാൽ 5 വരണം. 14 4 കൂട്ടിയാൽ 18 വരണം. 7 4 കൂട്ടിയാൽ 11 വരണം. 5 4 കൂട്ടിയാൽ 9 വരണം. നോക്കാം, ആരാണ് 19-മൻ? 19 എത്ര ആയിരിക്കും പറയാമോ? എസ് ആണ് 19-മൻ. ഓക്കെ ആണോ? 22-മൻ ആരാ പറയാമോ? വി ആണ്. 5-മൻ ആരാ പറയാമോ? ഇ ആണ്. 18-മനോ ആർ ആണ്. 11-മനോ കെ ആണ്. 9-മനോ ഐ ആണ്. ഉത്തരം എസ് വി ഇ ആർ കെ ഐ. ഓപ്ഷൻ എ, എസ് വി ഇ ആർ കെ, ഓപ്ഷൻ എ. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓരോ അക്ഷരങ്ങളുടെയും ആൽഫബറ്റിക് ഓർഡർ ഇതുവരെ ഓർത്ത് വെച്ചേക്കുക. അങ്ങനെ ഓർത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. ആ 26 അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാത്തിൻ്റെ ആൽഫബറ്റിക് ഓർഡർ 1 നിന്ന് 26 വരെ ക്രമത്തിൽ പഠിക്കാൻ ശ്രമിക്കണം. സിമ്പിളാണ്, പഠിച്ചാൽ ഇതുപോലെ പെട്ടെന്ന് കോഡിങ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, 60 km/മണിക്കൂർ സ്പീഡിൽ സഞ്ചരിക്കുന്ന 200 മീറ്റർ നീളമുള്ളൊരു ട്രെയിൻ വഴിയരിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയമെടുക്കും? ഓപ്ഷൻസ്: എ 14 സെക്കൻഡ്, ബി 12 സെക്കൻഡ്, സി 16 സെക്കൻഡ്, ഡി 12 സെക്കൻഡ്. സമയം കാണാൻ പറയാം. സമയം കാണുന്ന മാർഗം എന്തുവാ? നമുക്ക് ഒറ്റ സമവാക്യം മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സമവാക്യം. ഡിസ്റ്റൻസ്, ടൈം, സ്പീഡ്. ടൈം കാണുന്ന മാർഗം എന്തുവാ? ടൈം കണക്കാക്കാൻ പറയാൻ സമയം ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാ. ടൈം D/S. ട്രെയിനിൻ്റെ ചോദ്യമാണല്ലോ. ഓർക്കേണ്ട കാര്യം, ട്രെയിൻ ഒരു വസ്തുവിനെ മറികടക്കുവാൻ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുമ്പോൾ ട്രെയിനിൻ്റെ നീളത്തിൻ്റെ കൂടെ അത് മറികടക്കേണ്ട വസ്തുവിൻ്റെ നീളം കൂട്ടിയാൽ മതി. ഇവിടെ 200 മീറ്റർ നീളമുള്ള തീവണ്ടി ഒരു മനുഷ്യനെ മറികടക്കുന്നു. ഓർക്കേണ്ട കാര്യം, ട്രെയിൻ മറികടക്കുന്ന വസ്തുക്കൾ ചെറിയ വസ്തുക്കളായ മനുഷ്യനെയോ ഒരു ടെലിഫോൺ പോസ്റ്റോ ഒക്കെ ആണെങ്കിൽ മറികടക്കേണ്ട ദൂരം എന്ന് പറയുമ്പോൾ ട്രെയിനിൻ്റെ നീളം തന്നെയായിരിക്കും. ഇപ്പം ഇവിടെ 200 മീറ്റർ നീളമുള്ള തീവണ്ടി ഒരു മനുഷ്യനെ മറികടക്കുന്നുവെങ്കിൽ ആ മറികടക്കുവാൻ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുമ്പോൾ, ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ട്രെയിനിൻ്റെ നീളമായ 200 മീറ്റർ തന്നെ ആയിരിക്കും. ഓക്കെ ആണോ? ഇനി സ്പീഡ് എന്ന് പറയുമ്പോൾ 60 km/മണിക്കൂർ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുക.
ദൂരത്തെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ദൂരം എന്തിൽ കിടക്കുന്നോ ആ സെയിം യൂണിറ്റ് വേണം സ്പീഡിനും. ദൂരം മീറ്റർ പറയുവാണെങ്കിൽ വേഗത പറയുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ. ഓക്കെ ആണല്ലോ. ദൂരം മീറ്റർ പറയുമ്പോൾ വേഗത നിങ്ങൾ മീറ്റർ പെർ സെക്കൻഡ് മാത്രമേ പറയാൻ പാടുള്ളൂ. നമ്മുടെ സ്പീഡിൽ കിടക്കുക കിലോമീറ്റർ പെർ മണിക്കൂർ ആണല്ലോ. ഇത് ഓർത്ത് വെച്ചോ. എപ്പോഴും 1 കിലോമീറ്റർ പെർ മണിക്കൂർ കിടക്കുന്ന വേഗതയെ നിങ്ങൾക്ക് മീറ്റർ പെർ സെക്കൻഡ് ആക്കേണ്ടി വരികയാണെങ്കിൽ ഈ ഭിന്നസംഖ്യ ഓർത്ത് വെച്ചോ. നിങ്ങൾ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കിലോമീറ്റർ പെർ മണിക്കൂറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 കൊണ്ടും, തിരിച്ച് 1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന വേഗത എപ്പോഴെങ്കിലും കിലോമീറ്റർ പെർ മണിക്കൂർ ആക്കണമെങ്കിൽ ഇതിൻ്റെ റെസിപ്രോക്കലായ 18/5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. മറന്നു പോകണ്ട. കൺവേർഷൻ എന്താ? സ്പീഡിൻ്റെ കൺവേർഷൻ ആണ്. കിലോമീറ്റർ പെർ മണിക്കൂറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ടും, തിരിച്ചാണെങ്കിൽ ഇത് 18/5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്കിവിടെ കിലോമീറ്റർ പെർ മണിക്കൂർ കിടക്കുന്ന ഈ സ്പീഡ് എന്താക്കണം? മീറ്റർ പെർ സെക്കൻഡ് ആക്കണ്ടേ? ഇപ്പോൾ കാണുന്ന മാർഗം എന്തുവാ? 60 എന്ന് പറയുന്ന ഈ സംഖ്യ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറിക്കോളൂ. ഇപ്പൊ നോക്ക്, ദൂരം മീറ്റർ ആണ്, വേഗത മീറ്റർ പെർ സെക്കൻഡ് ആണ്. കൊണ്ടുപോയി വില കൊടുത്താൽ മാത്രം മതി. കൊണ്ട് വാല്യൂസ് കൊടുക്കാം. ഡിസ്റ്റൻസിന് പകരം കൊടുക്കാം 200 മീറ്റർ. സ്പീഡിന് പകരം കൊടുക്കാം 60 × 5/18 മീറ്റർ പെർ സെക്കൻഡ്. കണ്ടോ? മീറ്റർ രണ്ടും ഒരുപോലെ കിടക്കുകയാണെങ്കിൽ കേട്ടോ, ഇത് മീറ്ററാണ്, ഇത് മീറ്ററാണ്, അത് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. വരയ്ക്ക് താഴെ ആര് വന്നു? ഫ്രാക്ഷൻ വന്നില്ലേ? ഇപ്പോൾ ചെയ്ത മാർഗം എന്തുവാ? 200 അതുപോലെ അങ്ങ് പറയാം, 60ഉം സെയിം പറയാം. വരയ്ക്ക് താഴെ ഫ്രാക്ഷൻ ചെയ്യുന്ന മാർഗം എന്തുവാ? റെസിപ്രോക്കലാണ്. ഈ 18 മാത്രം കറങ്ങി മണ്ടക്കൊള്ളണം, 18 മാത്രം കറങ്ങി മുകളിൽ പോയി താഴെ 5 മാറത്തുമില്ല. ഡിവൈഡ് ചെയ്യാം. വേണ്ടേ? ഈ ഒരു 0യും ഈ ഒരു 0യും കട്ടായി പോയി. 5 എന്ന് പറയുന്ന സംഖ്യയുടെ 4 മടങ്ങാണ് 20. ഓക്കെ ആണോ? 6 എന്ന് പറയുന്ന സംഖ്യയുടെ 3 മടങ്ങാണ് 18. ഇനി ബാക്കി ആരൊക്കെ ഉണ്ട്? 4, 3 ആണല്ലോ. 4 × 3 സമയം എത്ര? 12 വന്നു. അത് ടൈമാണ്. നമ്മുടെ വേഗത എന്ന് പറയുമ്പോൾ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആക്കിയത് കൊണ്ട് ദൂരം മീറ്റർ ആയിരിക്കും, സമയം എന്തായിരിക്കും? സെക്കൻഡ് ആയിരിക്കും. സോ ആൻസർ ഈസ് ഈക്വൽ ടു 12 സെക്കൻഡ്സ്. 15 സെന്റിമീറ്റർ ആരമുള്ള ഒരു ലോഹഗോളത്തെ ഉരുക്കി 27 തുല്യ വലുപ്പമുള്ള ചെറുഗോളങ്ങളാക്കിയാൽ ചെറുഗോളങ്ങളുടെ ആരം എത്ര വീതമായിരിക്കും? ആൻസറിലേക്ക് പോകാം. 15 സെന്റിമീറ്റർ ആരമുള്ളൊരു വലിയ ലോഹഗോളം ഉരുക്കിയിട്ട് നമ്മൾ 27 ചെറുഗോളം ഉണ്ടാക്കുന്നുവെങ്കിൽ ഉണ്ടാക്കിയ ചെറുഗോളങ്ങളുടെ ആരം കാണാൻ പറയുക. എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഒരു വലിയ വസ്തുവിനെ ഉരുക്കിയിട്ട് നമ്മൾ കുറേ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിൽ, കുറേ ചെറിയ വസ്തുക്കൾ ഉണ്ടാക്കുന്നുവെങ്കിൽ ഈ ഉരുക്കിയ വസ്തുവിൻ്റെ വോളിയം ഉണ്ടാക്കുന്ന വസ്തുക്കളുടെ ആകെ വോളിയം സെയിം ആയിരിക്കണം. ഇവിടെ ഒരു വലിയ ഗോളം ഉരുക്കി കുറേ 27 ചെറുഗോളം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വലിയ ഗോളത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുമ്പോൾ ഉണ്ടാക്കിയ 27 ചെറുഗോളങ്ങളുടെ വ്യാപ്തങ്ങളുടെ ആകെ തുകയ്ക്ക് തുല്യമായിരിക്കും. ഓക്കെ ആണല്ലോ. വലിയ ഗോളത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുമ്പോൾ ഉണ്ടാക്കുന്ന ചെറിയ 27 ഗോളങ്ങളുടെ വ്യാപ്തങ്ങളുടെ ആകെ തുകയ്ക്ക് തുല്യമായിരിക്കും. ഓക്കെ അല്ലയോ? ഒരു ഗോളം വ്യാപ്തം കാണുന്ന മാർഗം എന്തുവാ? ഇതാണ് ഗോളം. റേഡിയസ് 6 ആണെങ്കിൽ ഗോളം വ്യാപ്തം കാണുന്ന മാർഗം എന്തുവാ? ഗോളത്തിന് വ്യാപ്തം കാണുന്ന മാർഗം എന്ന് പറയുമ്പോൾ 4/3 πr³ ആണ്. റേഡിയസ് 6 ആയ ഗോളങ്ങളുടെ വ്യാപ്തം കാണുന്ന മാർഗം 4/3 πr³. ഒന്ന് ഓർത്തോനെ, എപ്പോഴും ഗോളങ്ങളുടെ സർഫസ് ഏരിയ കാണാൻ ചോദിക്കുവാണെങ്കിൽ സർഫസ് ഏരിയ കാണുന്ന മാർഗം എന്ന് പറയുമ്പോൾ 4πr² ആയിരിക്കും. ഗോളവുമായിട്ട് ബന്ധപ്പെട്ട് വെറും 2 സമവാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ വോളിയം കാണുന്ന മാർഗം 4/3 πr³ ആണ്. സർഫസ് ഏരിയ കാണുന്ന മാർഗം 4πr². നമ്മുടെ ക്വസ്റ്റ്യൻ, ഒരു വലിയ ഗോളമുണ്ട്. ഈ ഗോളത്തിൻ്റെ ആരമെന്ന് പറയുമ്പോൾ 15 സെന്റിമീറ്റർ ആയിരുന്നു. ഇതിനെ ഉരുക്കിയിട്ട് ചെറിയ ഗോളമാക്കുന്നു. അങ്ങനെ ആകപ്പാട് 27 ചെറിയ ഗോളമാക്കി മാറ്റിയെങ്കിൽ ചോദിക്കുവാണ് ഈ ചെറു ഗോളങ്ങളുടെ ആരം കാണാൻ പറയുക. ഒരു വലിയ ഗോളം ഉരുക്കി കുറേ 27 ചെറിയ ഗോളം ഉണ്ടാക്കിയെങ്കിൽ ഈ വലിയ ഗോളത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുമ്പോൾ ഈ 27 ഗോളങ്ങളുടെ വ്യാപ്തങ്ങളുടെ ആകെ തുക എന്തായിരിക്കും? തുല്യമായിരിക്കും. വലിയ ഗോളത്തിൻ്റെ ആരം എന്ന് പറയുമ്പോൾ വലിയ ആറെന്നിരിക്കട്ടെ, ചെറിയ ആളുടെ ആരം എന്ന് പറയുമ്പോൾ സ്മോൾ ആറെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഈ വലിയതിൻ്റെ വ്യാപ്തം കാണുന്ന മാർഗം എന്തുവാ? 4/3 π വലിയ ആറിൻ്റെ ക്യൂബ് എന്ന് പറയാം. ചെറിയ ഒരാളുടെ വ്യാപ്തം കാണുന്ന മാർഗം എന്തുവാ? 4/3 π സ്മോൾ ആറിൻ്റെ ക്യൂബ് എന്ന് പറയാം. ഈ വലിയ ഗോളത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുമ്പോൾ ഈ 27 ഗോളങ്ങളുടെ വ്യാപ്തങ്ങളുടെ ആകെ സമയം തുല്യമാണെങ്കിൽ 27 ഗോളങ്ങളുടെ വ്യാപ്തങ്ങളുടെ ആകെ തുക കാണുന്ന മാർഗം എന്തുവാ? ഒരാളുടെ വ്യാപ്തത്തിനെ 27 കൊണ്ട് ഗുണിച്ചാൽ പോരെ. അപ്പം വലിയ ഗോളത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുമ്പോൾ ഇത്രയും ഗോളത്തിൻ്റെ വ്യാപ്തങ്ങളുടെ ആകത്തുകയും തുല്യമാണെങ്കിൽ രണ്ടും എന്തുവാ? സമമാണ്. എന്താ ഇടയ്ക്ക് സമം കൊടുക്കുക. വലിയ ഗോളത്തിൻ്റെ വ്യാപ്തം ഈസ് ഈക്വൽ ടു 27 ചെറുഗോളങ്ങളുടെ വ്യാപ്തങ്ങളുടെ ആകത്തുക.
വില കൊടുക്കാം. വലിയ ആളുടെ വാല്യൂ എത്ര? 15 അല്ലേ? കൊടുത്തു. 4/3 പൈ ഇൻറ്റു വലിയവൻ്റെ ആരം 15ൻ്റെ ക്യൂബാണ് ഈസ് ഈക്വൽ ടു 4/3 പൈ ചെറിയ ആളുടെ ആരം കണ്ടെത്തണം ഇൻറ്റു 27 എന്ന് പറയാം. ഒരു ഇക്വേഷനാണ്. രണ്ട് ഭാഗത്തുമുള്ള ഒരേ സംഖ്യ വെട്ടിക്കളയാം. ഈ 4/3 പൈ ഇവിടെ നിന്നും പോയി അവിടെ നിന്ന് വെട്ടിപ്പോയി. ബാക്കി ആരാ? 15ൻ്റെ ക്യൂബ് ഈസ് ഈക്വൽ ടു r³ ഇൻറ്റു 27 എന്ന് വന്നു. ഓക്കെ അല്ലയോ? നമുക്ക് വേണ്ടത് 6 വാല്യൂ, 6ൻ്റെ വാല്യൂ അല്ലയോ? ഒരു കാര്യം ചെയ്യാം. ഇത് 15ൻ്റെ ക്യൂബാണ്, ഇത് 6ൻ്റെ ക്യൂബാണ്. ഇതാരാ? 27 മീൻസ് 6 ക്യൂബാ, 3യുടെ ക്യൂബ് ഇല്ല. ഇങ്ങനെ പറയാമല്ലോ, 15ൻ്റെ ക്യൂബ് ഈസ് ഈക്വൽ ടു r³ ഇൻറ്റു 3യുടെ ക്യൂബ് എന്ന് പറഞ്ഞുകൂടായോ? ഇയാളുടെയും പവർ 3 ആണ്, ഇയാളുടെയും പവർ 3 ആണ്, ഇയാളുടെയും പവർ 3 ആണെങ്കിൽ ഈ പവർ 3 കളയുന്നത് എങ്ങനെയാ? പവർ 2 ആണ്. സ്ക്വയർ ആണെങ്കിൽ കളയുന്ന മാർഗം എന്തുവാ? ഒരു സമവാക്യത്തിൻ്റെ രണ്ട് ഭാഗത്തും സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി. സ്ക്വയർ മാറ്റാൻ സ്ക്വയർ റൂട്ട്, അപ്പോൾ ക്യൂ മാറ്റാനോ എന്ത് കണ്ടാൽ മതി? ക്യൂ കണ്ടാൽ പോരായോ? രണ്ട് ഭാഗത്തും ക്യൂ റൂട്ട് കാണാൻ പോവാ. ക്യൂ റൂട്ട് കാണുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പവറൊക്കെ പോകത്തില്ലേ? അവിടെ എന്ത് മാത്രം വരും? 15 മാത്രം വരും. ഇവിടെ ആര് മാത്രം വരും? 6 മാത്രം വരും. ഇവിടെ ആര് മാത്രം വരും? 3 മാത്രം വരും. ഈ പവറെല്ലാം പോയാൽ എങ്ങനെയാ? എന്ത് കണ്ടപ്പോൾ? ക്യൂബ് റൂട്ട് കണ്ടു. ഓക്കെ ആണല്ലോ? നോക്കുകയാണെങ്കിൽ 3 ഇപ്പുറത്ത് വരട്ടെ. 15/3 സമം എത്ര പറ? 6 വന്നുവെങ്കിൽ 6ൻ്റെ വാല്യൂ എത്ര? 15/3 സമം എത്ര? 5 കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയ ഓരോ ചെറിയ ഗോളങ്ങൾക്കും 3 സെൻറ്റിമീറ്റർ വീതം ആരമുണ്ടെങ്കിൽ മാത്രമേ അവയുടെ വ്യാപ്തം എന്ന് പറയുമ്പോൾ ഇയാൾക്ക് തുല്യമാകത്തുള്ളൂ. ഓക്കെ, നമ്മുടെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. ബൈ.